കളി ലൈവാ പോലീസ് പിടിക്കോ? ലൈവ് ഉണ്ട് ഇപ്പൊ. ഓക്കെ ആണെന്നുണ്ടാ? നീ കോള് കട്ട് നിന്റെ പേരോ ഒന്നാണ്. യെസ് യെസ് ഗായ്സ്, ലൈവ് വന്നിട്ടുണ്ടാ. ഇത്ര നേരായിട്ട് പണ്ടാറടങ്ങിട്ട് ഇപ്പോഴാണ് ശരിയായത്. ഓക്കെ, നമ്മുടെ മെനക്കെട്ട ആപ്പ് എടുക്കാം. യെസ്, നമ്മൾ പേസ്റ്റൊക്കെ എടുത്ത് വെക്കണ ഒരു ഇതിൻ്റെ മുകളിലാണ് സ്റ്റാൻഡാക്കി വെച്ചാണ്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. ഹലോ ഹലോ, എടാ ടാബിൽ നിന്നിട്ട് സ്ട്രീം ചെയ്യാൻ പറ്റുള്ള ബ്രോ. നമുക്ക് ഇന്ന് നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾ പേസ്റ്റിൻ്റെ ഇതുവരെ എത്തിയിട്ടുണ്ട്. എല്ലാം സെറ്റായിട്ടില്ല ബ്രോ. ദശരഥ, നീ കൊലക്കളി കളിക്കണ്ടായില്ല നേരത്തെ. ഇവനൊക്കെ അടിച്ചു വിട്ടണ്ടാ. ഓക്കെ, നമ്മുടെ പാക്കിൻ്റെ പരിപാടിക്ക് ഇന്ന് കിടക്കാം. കൊച്ചു കുഞ്ഞിന് എന്ത് കിട്ടുമെന്ന്. സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ് കണ്ടിട്ട് നല്ല കൊതിയാവുണ്ട്, പക്ഷെ എന്താവെന്ന് അറിയില്ല. ഹലോ ബ്രോ, ഹലോ 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 ഹലോ. എടാ സൗണ്ട് ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഫ്ലാഷിങ്ങിട്ട് തിരിച്ചെത്തിയാ? ഓക്കെ, യെസ്, നമ്മുടെ ലൈവ് സെറ്റാക്കിയിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുണ്ണിക്ക് ഇന്നൊരു എപ്പിക്ക് എടുത്ത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. എല്ലാ പ്രാവശ്യവും നമുക്കിതിൽ കിട്ടുമ്പോൾ എപ്പിക്ക് കിട്ടാറുണ്ട്. ഇപ്പം എന്താവെന്ന് അറിയില്ല. നമുക്ക് എപ്പിക്ക് കിട്ടില്ല എന്നൊന്നും. നൂബ് സ്കോഡ് ഉണ്ട്, പിന്നെ നൂബ് സ്കോഡ് ഇന്ന് പോയാൽ അവിടെ നിന്ന് ബ്രോ. നമ്മളങ്ങനത്തെ ഇതിലൊന്നും വിശ്വസിക്കരുത്. ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. കൊണാമിൽ എന്തുണ്ട് ഒരു അവന്മാർ എല്ലാ ദിവസവും മെയിൻ്റെനൻസും ബാക്കി പരിപാടിയൊക്കെ ചെയ്യണ ഒരു ഗെയിമാണിത്. ഇതിൽ ട്രിക്ക് എന്നൊന്നും പറയാനുള്ള നമ്മൾ ട്രിക്കൊന്നും ഇല്ല. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ സാധനം കിട്ടും. ഇതിൽ നൂബ് സ്കോഡ് ഇട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞേ. അപ്പം പിന്നെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ അത് കാരണം കിട്ടില്ല എന്ന് പറയരുതില്ല. എടാ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ടോ നീ നൂബ് സ്കോഡ്? ദേ, ഇവൻ്റെ വിശ്വാസപ്രകാരമാണ് നമ്മൾ ഈ സാധനം ഇട്ടണം കേട്ടോ. എനിക്കിലൊരു വിശ്വാസമില്ല. ഞാൻ നേരെ പോ. എൻ്റെ കൈയൊക്കെ ജിമ്മി പോയിട്ട് കട്ട കഴിയേണ്ടിയിരിക്കണേ ഇന്ന്. ഓക്കെ, എടാ നമ്മുടെ അഭിനവ് മിത്രനെനിക്ക് മെസ്സേജ് ഇല്ലേ? ചെക്കൻ ഇന്ന് കത്തിക്കുന്നു പറഞ്ഞേ വന്നതിനാ. കിട്ടും ബ്രോ, ഇന്ന് കിട്ടട്ടെ സാധനം കിട്ടട്ടെ. എല്ലാം നമ്മുടെ തന്നെ, അതായത് നമുക്ക് പ്രശ്നമില്ല. ദർശിത് ബ്രോ, എന്തൊരു വിശേഷം? എടാ പിള്ളേര് 4 പേര് സ്ട്രീം കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചുവിട്. ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ. എന്താടാ പരീക്ഷ എഴുതാൻ പോകുന്നില്ലല്ലേ? കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇറക്കും, അടുത്ത പ്രാവശ്യം കിട്ടും, അത്രേ ഉള്ളൂ. ഇന്ന് ഈ എപ്പി കിട്ടും, നാളെ എനിക്ക് ജോലി കിട്ടും. ഹാപ്പി ജീവിതം. എടാ ഇന്ന് എന്താ പരിപാടിയായിരുന്നു? ഇന്ന് നേരം ക്ലാസ് ഉണ്ടായില്ലേ? രാവിലെ മുമ്പ് ലൈവിലൊക്കെ പോയിട്ട് പൻ കത്തിക്കണ്ടായില്ല. റാപ്പർ മിത്രനൊരു മെസ്സേജ് ഒക്കെ. ചെക്കനാണ് ഇപ്പം നമ്മുടെ പരിപാടികള്. എടാ എനിക്ക് ബഫണ എടുക്കണം ആഗ്രഹം. പിർലോ നമുക്ക് വേണ്ട. പിർലോ DMFൻ്റെ ഉണ്ട്, എഡ്മിൽസിനുണ്ട്, ഫ്രീ ഡേ ആണ്. സോ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എടാ നിങ്ങൾക്ക് എപ്പിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തുട്ട് എപ്പിക്ക് കിട്ടുമോന്നാ മിത്ര? ഇന്ന് കിട്ടിയിരിക്കും. വന്നു ചെക്കൻ വന്നു. നമ്മുടെ മെയിൻ ആൾ വന്നിട്ടുണ്ട്. എടാ ഈ ടാബ് അനങ്ങാത്ത ലാബാ. സോ കിട്ടുമെന്നാണ് എനിക്ക് തോന്നണം. അങ്ങനെ കിട്ടാറുണ്ട്. സോ തോമസ് പറീന് കിട്ടുകയാണെങ്കിൽ വാങ്ങി വയ്ക്കും. സബ് ഓപ്ഷൻ ഇല്ല കേട്ടോ. എടാ എന്ത് ചെയ്യപ്പോ? എടാ നീ സ്റ്റുഡിയോയിലൊന്ന് ഓണാക്കി നോക്കി. ഞാനിവിടെ ഒന്നും ചെയ്യാനില്ല വേറൊന്നും. എടാ പിർലോനെ സംബന്ധിച്ചില്ലേ കിണ്ണം കാടാണ്.
കാരണം എൻ്റെ ടൈപ്പ് പ്ലെയറാണ് പിർലോ. സോ ബാക്കിൽ DMFലൊക്കെ ജസ്റ്റ് നിന്ന് കളി വെൽഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ആണെങ്കിലും പിന്നെ എവിടെ കണ്ടാലും കറക്റ്റ് പാസ് കൊടുക്കാനുള്ള കഴിവുള്ള ഒരു പ്ലെയറാണ് പിർലോ. നമുക്കറിയാലോ ഈ ജൂനിയേഴ്സിൽ ചെക്കനെ വിട്ടിട്ട് സെറ്റാക്കാൻ വേണ്ടിയിരുന്ന. എടാ സബ് ഓപ്ഷൻ ഓണാക്കി തരാൻ പറ്റുമോ? ബഫൺ കിട്ടിയ നൈസാണ്, ബഫണെ കിട്ടൂടാ. എടാ നിങ്ങൾക്ക് വല്ല ട്രിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പറയട്ടാ. ബ്ലിറ്റ് സ്കെയിൽ തോമസ് ബറി നമ്മുടെ മെയിൻ ആളാണ്. ബ്ലിറ്റ് സ്കെയിൽ തോമസ് ബറി ആളെ കിട്ടാറുണ്ട് എനിക്കെപ്പോഴും. നമ്മുടെ മെയിനായിട്ട് കിട്ടണ എപ്പിക്കാണ് തോമസ് ബറി. തോമസ് ബറിനെ കിട്ടണ ലൈക്ക് അടിച്ച് വിട്. എടാ 5 പേര് സ്ട്രീമുണ്ട് ഒറ്റ ലൈക്കിൽ ഒന്ന് ലൈക്ക് അടിച്ച്. ഞാൻ തന്നെ അടിക്കട്ടെ ഒരു ലൈക്ക്. ഒരു ലൈക്ക് ഞാൻ തുടങ്ങിയിട്ടുണ്ടോ, ബാക്കി പിള്ളേരൊക്കെ ലൈക്ക് അടിച്ചു വിട്. എടാ എന്താടാ സബ് ഓപ്ഷൻ ഓഫ് ആയിടക്കണേ? നൂറിൽ കിട്ടിയ നിർത്തിക്കോന്നാ. ഇന്ന് നമ്മളിത് മൊത്തം പൊട്ടിക്കും. പിള്ളേര് സെറ്റാക്കിയിട്ടുണ്ടെന്ന്. എടാ സബ് ഓപ്ഷൻ ഓഫാന്ന് പറയണ, അതായത് എനിക്കറിയില്ല എന്ത് ചെയ്യേണ്ടത്, എങ്ങനെയാണ്ടാണ് ഇതൊക്കെ സെറ്റാക്കി വെച്ചത്. പിന്നെ ഇപ്പം തൽക്കാലത്തേക്ക് ഒന്നും സെറ്റ് ചെയ്യണില്ല. ബൂം ബൂം എല്ലാവരും കയറിപ്പോരെ. ഒരു 10 പേരെയൊക്കെ നമുക്കിത് കറക്കാം. 20 കോയിൻ കൂടി സെറ്റാക്ക്. എടാ കിട്ടണത് മതി. എന്താ ശരി, അതെ ഒരു 9 പ്രാവശ്യം നമ്മൾ 100 വെച്ച് കറക്കാനാണ് പരിപാടി. അല്ലെങ്കിൽ ഒറ്റടി 90 ഇറക്കി പരിപാടി ആയിരിക്കും നമുക്ക് കണ്ടന്റ് ഉണ്ടാവില്ല. അത് കാരണം നമുക്കിന്ന് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് പിന്നിൽ 90 കറക്കാൻ പറയണ്ട്. എടാ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി ഇതായി പോകട്ടാ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എവിടെ നിന്നാടാ കിട്ടാ, പറ്റുന്നില്ല. അങ്ങനെ നമുക്ക് നോക്കാം. എടാ വേറെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിട് ലൈവിലേക്ക് വിട്. ഇപ്പം 4 വാച്ചിങ്ങുള്ളൂ ആകെ. പിള്ളേരൊക്കെ കയറാന്ന് പറഞ്ഞവരൊക്കെ വന്നാ ടോപ്പപ്പ് ചെയ്യും ബ്രോന്ന്. ടോപ്പപ്പാ എടാ എൻ്റെ ക്രെഡിറ്റ് കാർഡ് അതിൽ എടുക്കല എന്ന് നോക്കി കുറച്ച് നോക്കി. റീജിയൻ പ്രശ്നമാണെന്ന് പറയണേ. സോ ഗൈസ് നമുക്ക് തുടങ്ങിയാലോ. 4 വാച്ചിങ് ഉള്ളൂ. എടാ ഈ സാധനം നമ്മളിന്ന് കുറച്ച് നേരം സെറ്റ് ചെയ്യണേ. ടാബിലിട്ടിട്ട് നേരിട്ട് സ്ട്രീം ചെയ്യാൻ കുറേ നോക്കി, പക്ഷെ എന്ത് ചെയ്യാനടാ നമുക്ക് ഭാഗ്യമില്ല. രാവിലെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുമില്ല. കറക്കാം. ട്രിക്ക് പറയും. അതിൽ കൃഷ്ണൊക്കെ വലിയ പ്ലെയറാട്ടോ. പിന്നെ ഞാൻ നമ്മുടെ റൊണാൾഡോൻ്റെ അക്കൗണ്ട് തന്നവനാണ്. അവന് കുറെ പരിപാടി ഉണ്ട്. മുത്തുമണി കിട്ടട്ടെ. ദശരഥ് നമ്മുടെ മെയിൻ ആളായിട്ടുണ്ട് ഇപ്പോൾ. ട്രിക്ക് പറയ്. നിങ്ങൾ പറഞ്ഞ ഓരോ ട്രിക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. എൻ്റെ അളിയ ഞാനാണെങ്കിൽ നമ്മളിവിടെ ഈ കഷ്ടപ്പെട്ട് ഈ ബ്രഷ് വയ്ക്കണ ഇതിൻ്റെ മുകളിലൊക്കെ എടുത്ത് ലൈവൊക്കെ ചെയ്യണ്. ഞാൻ വെറുതെ ചുമ്മാ അപ്പുറത്ത് ലൈവ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കിപ്പില്ലേ. ചെക്കൻ്റെ കൂടെ കളിച്ച് 5 ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അവന് മറ്റേ റൊണാൾഡോൻ്റെ ഫുൾ പാക്കൊക്കെ കൊടുക്കണ്. നമ്മളൊക്കെ എവിടെയാണ് ഇവന്മാർ കാശ് പൊട്ടിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് സെറ്റായിട്ടാണെങ്കിൽ നമ്മൾ പൊട്ടിക്കും. അത്യാവശ്യം നല്ല രീതിക്ക് പൊട്ടിക്കും. പൊസിഷൻ ഇട്ടണ്ടാ 3 അതിലുള്ളതൊക്കെ ചെക്കൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. RBയും DMFും GKനെയും മാറ്റിയിട്ടിട്ടുണ്ട്. എടാ ഫിബിൻമോൻ പിന്നെ വന്നിരുന്നോ? അവൻ്റെ അടുത്ത് ഒരു വർഷം കളിക്കണം. ചെക്കൻ സീനാണ്. 5x 3x 1x ഇറക്കാനാ ബ്രോ. അതെങ്ങനെയാ 5x 3x 1x ഇറക്കണേ? വാച്ചിങ് 1
എടാ പിള്ളേരൊക്കെ പോയി തോന്നണ്ടാ. ഞാൻ ആ റൊണാൾഡോന്റെ കാര്യം പറഞ്ഞപ്പോ അവൻ ആ വഴി പോയാ. എടാ അത് വെറുതെ പറഞ്ഞാ അങ്ങനെയൊന്നുമില്ല. തൊട്ട് ആളുടെ കാടുമേന്ന്. സോ ഫസ്റ്റ് കറക്കാം നമുക്ക്. ഇനി നോക്കിയിട്ട് കാര്യമില്ല. രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഫെബിൻ മോൻ. ആള് വരും, ആള് വൻ സീനായിട്ട് നടക്കണെന്ന് പറഞ്ഞേ. എന്നെ തോപ്പിച്ചിട്ടാണ് ചെരുപ്പിടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ബ്രോ സ്പിന്നാക്ക്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കാറുള്ള ചുമ്മാ ഒരു ചെറിയ ട്രിക്ക് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് അടിച്ചു നോക്കാം. ബഫന് വെറുതെ തൊടാം. ഓക്കെ, നമുക്ക് ചുമ്മാ അതിൻ്റെ ഇത് അറ്റാക്കിങ് ഗോൾ കീപ്പറാണ്. ചെക്കൻ്റെ നോക്കി, സ്റ്റാറ്റ്സ് നോക്കി. എൻ്റെ പൊന്നു, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മളിങ്ങനെ തോപ്പിക്കും. ഓക്കെ, ഞാൻ ഇടത്തേക്കാണ്. സോ നമുക്ക് ഇടത്തേക്ക് തന്നെ ഫസ്റ്റ് തുടങ്ങാം. മഗീഷിൻ്റെ പ്രതികാരമാണ്. ഓക്കെ ഓക്കെ, 7 സ്കിപ്പ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 7 സ്കിപ്പ് അടിക്കാം. 1 2 3 4 5 6 7 7 അടിച്ചിട്ടുണ്ടാ മച്ചാനെ. കയറുക. ഓക്കെ, ഫസ്റ്റ് പൂഷ് കൊടുക്കാണ്ട്. എന്താ നോക്കാം. കറങ്ങണ്ട്. എന്താടാ അടിച്ചാ? കോപ്പ്. ആ നല്ല ബ്ലാക്ക് കളർ തന്നെ കറങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു അടിച്ചുന്ന്. ഇത് ഏതോ തെണ്ടീനെ തന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടവനെ. ഉന്നീസ് ഗാർസിയ. പോടാ ഇവനെനിക്ക് വേണ്ട. മൂഞ്ചി ബ്രോ, ഒരു മൂഞ്ചിൽ കിട്ടി. ഇവന് ഏതവൻ? ഇവന് ഇഷ്ടല്ല. ഇവന് ഏതടാ? ഓക്കെ, ഇനി അടുത്ത ട്രിക്ക് പറ. അതായത് ഉൽനീസ് ഗാർസിയനെ നമുക്ക് തന്നത്. തോമസ് പറീനെ പോലും തന്നില്ല നമ്മുടെ മെയിൻ ആള്. അടുത്ത ട്രിക്ക് ഉണ്ടെങ്കിൽ പറ. സൗണ്ട് ഇല്ലേ? ഇപ്പൊ സൗണ്ട് ഉണ്ടോടാ? സെറ്റായില്ലേ സൗണ്ട്? മ്യൂസിക് സീനായിട്ടാ. അടുത്ത പരിപാടി മെയിൻ. എടാ ഉല്ലീസ് ഗാർസിയ. ഓക്കെ, റൊട്ടേറ്റ് 1 2 3 4 5. പിർലോനുണ്ടോ നോക്കാം. യെസ്, ഫിലിപ്പിന്റെ പറയാൻ കിട്ടിയ പിന്നുണ്ടായിരുന്നു. ഇത് ഇപ്പൊ അടുത്ത സാധനം പൂശുണ്ട്. കൊടുത്തിണ്ടാ. കറങ്ങണ്ട്. ദൈവമേ, അടിച്ചാൽ മതിയായിരുന്നു. പൊളി. DMFന് തൊട്ടപ്പോ DMFന് തന്നെ. ഇതാരാടത് ഗായ്സ്? എനിക്ക് ചെറിയ പേടിണ്ടാ. ഇതാരാ? ഇബ്രാഹിം സുലൈമാന. ഇതെന്ത് കോപ്പ്? സുലൈമാനെ കിട്ടി. സുലൈമാനെ രണ്ടാമത് കിട്ടിയേ. ഇനിയിപ്പോ ആരെ കിട്ടാവെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് വേറെ ട്രിക്ക് ഉണ്ടാ? നിന്റെ ട്രിക്ക് പറയണ മോനെ അതുൽ കൃഷ്ണ. നിന്റെ ട്രിക്ക് പറ. ഈ കൊണാമിയുടെ പേരിനട കൊണാമി. ആ കൊണച്ച സ്വഭാവമുള്ളതാണ് ഈ കൊണാമി. 9,000 പോയിന്ന് തോന്നണത്. ഇല്ലടാ, നമുക്ക് ഒരെണ്ണം കിട്ടും. RBനെങ്കിലും മതി. നമുക്കങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. ബഫണെങ്കിലും കിട്ടണമെന്നൊന്നുമില്ല. എടാ എങ്ങനെയാ 5 2 3? ഓക്കെ, 5 പ്രാവശ്യം തൊടാനാണ് അവൻ പറയണേ. 1 2 3. എടാ മൊട്ടേന്ന് പോയി ചെയ്തിട്ട് വാടാ. 3 4 5. ഫ്രണ്ട്ലിണ്ട് മോനെ. എടാ 5 പ്രാവശ്യം തൊട്ട് ഞാൻ. നിശാലുണ്ടാവുന്ന്. ഇതിലടിച്ചുട്ടാ. ഇതിലടിച്ചു മോനെ. ഒന്ന് നോക്കണം. അടിച്ചു. ഓ കോപ്പ് പച്ച കത്തിച്ചു വിട്ടുണ്ട്. ആരത് പണ്ടാറക്കാലൻ?
എടാ ഹൈലൈറ്റ് അടിച്ചറാ കെല്ല ഫ്യൂരിനെ കോപ്പ്. കെല്ല ഫ്യൂരി എനിക്ക് വേണ്ട, ഹൈലൈറ്റ് ഒന്ന് തൊളിച്ചു മതി. എന്നിട്ട് കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു പറയും കിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോടാം. 1 2 3. ഓക്കെ ബ്രോ, പറയ് ബ്രോ. അടുത്തത് അടിക്കൂലേ? എടാ ഇവ എന്നിട്ട് പറയണടാ 5 2 3. കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു പറയും കിട്ടില്ലാന്ന്. ബാക്കി പ്ലേസിന് തൊടാൻ 1. എടാ 5ാമത്തെയും 3ാമത്തെയും 2ാമത്തെ പ്ലെയറാണ് തൊടാൻ പറയണേ. അപ്പൂപ്പന്റെ പരിപാടി ആയിരുന്നു. അപ്പൂപ്പനൊക്കെ ഇതിന് ഭേദം. നീ വേറെ ഐഡിയ നീ പറയൂട്ടാ, പരിപാടി നമുക്ക് സെറ്റ് ചെയ്യാം. ഇവന് നേരത്തെ ഫോൺ വിളിച്ച് നോക്കായിരുന്നു അബ്ദുൽ കൃഷ്ണനെ. ഇനി വിളിക്കാൻ ഫോണില്ല, 3 ഫോണ് പോണാ. നമുക്ക് ഈ ഫുട്ബോളിൽ കംപ്ലൈന്റ് ചെയ്യാൻ. നീ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് വാടാ മിത്ര. എടാ ഒരു വലിയ കുടുംബ മഹിമുള്ളവരാട്ടെ. അവന്റെ പേരാട്ടോ അഭിനവ് മിത്ര. ഓക്കെ 1 2 3 1. സലാഹുദ്ദീനെ കളിക്കടാ, 1 മിനിറ്റ്. ഈ ബോക്സ് ഒന്ന് തീർക്കട്ടെ പണ്ടാറടാ. ഞാൻ 3 വട്ടം 5 വട്ടം ബഫൺ, 3 വട്ടം പിർലോ, 2 വട്ടം ഇതിട്ടാ. ഈ പ്രാവശ്യം ആ ട്രിക്ക് നമുക്ക് അടിക്കാൻ പോട്ടാ. ഇവൻ പറഞ്ഞ ട്രിക്ക് ഈ അതുല് അതടിച്ചില്ലെങ്കിൽ എല്ലാവരും അവനെ തെറി വിളിച്ചേക്ക്. ഓക്കെ 1 2 3 4 5 1 2 3. ഇനി എത്ര വട്ടം? 2 വട്ടം. 2 വട്ടം ബാക്ക് എടുത്ത് കറക്കട്ടാ. ഓം ഗ്രീം ഭൂം ഭൂസ് പടച്ചി അടിച്ചു, ബഫൺ അടിച്ചു. എടാ നിന്റെ ട്രിക്ക് മൂഞ്ചി, അവനെ ഓടിപ്പിക്കടാ. ഞാൻ കറക്കിയപ്പോ ഹൈലൈറ്റെങ്കിലും കിട്ടി. ഇതാരത്? അടിച്ചടിച്ച് സെറ്റ്. തലേമെന്തോ കളറൊക്കെ ഉണ്ടോ അവന്. 20 പ്രാവശ്യം 2 പ്ലേസിനെ ടാപ്പ് ചെയ്ത് കിട്ടുമോ എന്ന് നോക്കുക. 20 പ്രാവശ്യമൊക്കെ ടാപ്പ് ചെയ്ത് വരുമ്പോൾ പരിപാടി വരും. 20 പ്രാവശ്യ ട്രിക്ക് മൂഞ്ചി. ഇനി ആരും ട്രിക്ക് ഞാൻ എടുക്കളാ. ഇനി എൻ്റെ ട്രിക്ക്, ഇനി നമ്മുടെ ട്രിക്ക്, ഇനി നമ്മുടെ ട്രിക്ക് നമുക്ക് ഓസ്മിന് തൊടാം. ഓക്കെ, അവൻ്റെ സ്റ്റാറ്റ്സൊക്കെ ജസ്റ്റ് നോക്കാം. ബാക്ക് എടുക്കാം. നമുക്ക് കറക്കണ്ടോടത്തേക്ക് പോവാം. നമുക്ക് കിട്ടേണ്ട ഒരു ടാർഗറ്റ് തൊടാം. ഓക്കെ 1 2 3 ബൂം. പെസ് ക്ലോസ് ചെയ്ത് റീ ഓപ്പൺ ചെയ്ത് കൺഫേം. എടാ എനിക്ക് ഭ്രാന്തായി. ട്രിക്കും പറയുന്നും വേണ്ട. എടാ ഇനി കിട്ടോ? ബാക്ക് എടുത്ത് കിടക്കണ കോപ്പ് എന്തെങ്കിലും പോട്ടെ. കിട്ടണ കിട്ടി. മൂഞ്ചിടാ ഇന്ന് ഫുള്ള് ഷോകാന്ന് തോന്നണേ. ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. ഇവനൊക്കെ ഏതാടാ? ഇവനൊക്കെ കളിക്കാരനാണോ? ഇവനേതാ ലാസ്റ്റിന്റെ കളിക്കാരല്ല ഇറ്റിലിടെ. ഓക്കെ ബ്രോ, ഇനി നമുക്ക് ഇവന്മാരൊന്ന് പറ്റിച്ചു കളയാം. ഹരികൃഷ്ണൻ ഡയറക്റ്റ് സ്പിൻ വേറൊന്ന് ഞെക്കരുന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് ഷോപ്പിലൊക്കെ പോയിട്ട് കോയിൻ വാങ്ങണമല്ലോ കാണിക്കാം. കൊണാമി ഞാൻ കുറച്ച് കോയിൻ വാങ്ങാനൊക്കെ പ്ലാൻ ഉണ്ട്. ദേ ഈ പാക്ക് എടുക്കാനുള്ള പരിപാടി ഉണ്ട്. ഓക്കേ, ഇനി നമുക്ക് ചുമ്മാ കോൺട്രാക്റ്റൊക്കെ പോയിട്ട് നോക്കാം. എനിക്കതൊന്നും വേണ്ട. നല്ല സെറ്റപ്പിൽ
ഏയ് കൊച്ചു കുഞ്ഞിൻ്റെ ലാസ്റ്റ് കറക്കട്ടാ. ഇനിയുള്ള കറക്കൊക്കെ ഡേഞ്ചർ ആയിരിക്കും. മൂഞ്ചി വട്ടത്തി മൂഞ്ചു. ആ ലാ 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 ലാ. എല്ലാ പ്രാവശ്യം ഇതുപോലെ പെരുന്നാൾ പോലെ തുടങ്ങും, അവസാനം മരണയോട് വരെ അവസാനിക്കും. അഭിനവ് മിത്ര. ഇനി ആയാലും ട്രിക്ക് ഉണ്ടാ? ഇനി അങ്ങനെ 200 കോയിനുള്ളൂ. ഇനി ട്രിക്ക് ഒന്നുമില്ലെങ്കിൽ നല്ലൊരു ട്രിക്ക് ഉണ്ട് ഞാൻ പറ. ഓഫ്, ഇതിന് വലിയ ഗതി കേട്ടവന്മാർ ആരെങ്കിലും ഉണ്ടാ? 2 എണ്ണം കൂടെ ഇല്ലെന്ന് ഉണ്ട്. TVK ഗായ് കിട്ടും ബ്രോ, എല്ലാവരും ഉണ്ട്. കിട്ടും കിട്ടും എന്ന് പറയുന്നുണ്ട്. കിട്ടിയാൽ മതി. കിരീടത്തിലെ സേതുമാധവന്റെ അവസ്ഥക്ക് ഇതിനും ബെസ്റ്റ് അല്ല അളിയാ. നമ്മളൊക്കെ എന്തുടി ചെയ്യടാ? യൂട്യൂബിൽ പ്രാർത്ഥന വയ്ക്കാനാ. യൂട്യൂബിൽ പ്രാർത്ഥന വയ്ക്കാം. ഒരു മിനിറ്റ് ഭക്തിഗാനം വയ്ക്കാം. എടാ ഇതടിക്കോ കോപ്പിറൈറ്റ്? പോടാ. ദൈവത്തിന്റെ ഫോട്ടോ ചേരാ. ഓക്കേ, ഞാൻ ഉണ്ട് ക്രൈഫിൽ 10 സ്കിന്ന്. എടാ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്രാവശ്യം കിട്ടൂടാ. നോക്കിക്കോ. ഇനി ട്രിക്കൊന്നും വർക്ക് ചെയ്തില്ലല്ലോ, ജസ്റ്റ് തൊടാ. ഹല്ലേലൂയ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിന്നെ അയ്യോ വേറെ എന്തിനും ഇറങ്ങി പറടാ. നിന്റെ അവസ്ഥ നിന്റെ അവസ്ഥ ആരെക്കാട്ടിലും നന്നായിട്ട് എനിക്ക് മനസ്സിലാവും. നിനക്ക് മനസ്സിലാവും എനിക്കറിയാം ബ്രോ. കൊണാമിന്ന് കറക്റ്റ് ഇട്ട പേരാ, കൊണപ്പിച്ചിട്ടുള്ള പേരാ. അടി സക്ക. ആ മൂഞ്ചുണ്ട്. അപ്പൊ ഇതോടെ നമ്മുടെ പരിപാടി നിർത്താം. 100 കോയിൻ വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞോ ഫ്ലാഷ്, അത് ഞാൻ എടുത്തു വെക്കാം. ലാസ്റ്റ് കയ്യിലൊക്കെ ബോളിട്ട് കറക്ക്. മാർട്ടിൻ പയറ. അല്ലാഹു അക്ബർ. കോപ്പ്. ഇനി ഒരു 100 കോയിനുള്ളൂ. എന്ത് ചെയ്യണം നിങ്ങൾ പറ. കറക്കി വിട്ട് ലാസ്റ്റത്തെ തേച്ച്. ആ GK അടിച്ചിട്ടുണ്ട്. GK കോപ്പ്. തൂക്കി ഗോളിന് തൂക്കി 900 കോയിൻ ഗോൺ. ഹാപ്പിയല്ലേ എല്ലാവരും? ഹാപ്പിയല്ലേ? വിട്ടു കിട്ടി കഴിഞ്ഞു. ഇങ്ങനെ 82 കോയിനുള്ളൂ. കൊച്ചു കുഞ്ഞിന്റെ അച്ഛന് കച്ചൻ കിട്ടിയില്ല, ഒരു പറയും കിട്ടിയില്ല. കോയിൻ അതേപോലെ കറക്കിയാ പോരായിരുന്നു. GK കിട്ടി. മാർക്കോ സ്പോർട്ടിനല്ലോ. എന്ത് വേണം? ഒന്നും വേണ്ട. GK ഇവന് നല്ല GK ഉണ്ടറാ. നമുക്ക് ബഫണൊന്നും വേണ്ട. ബഫണൊന്നേ നമുക്ക് ഇതിലെ കിണ്ണം GK വേറെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഇവന്റെ ബഫൺ? ഒലിവർ ഖാൻ. അല്ലെങ്കിൽ ഈ ബഫണെന്ന് അത്ര നല്ല പ്ലെയർ ഒന്നല്ല. കണ്ട ഇതുള്ളപ്പോൾ നമുക്ക് വേറെ ആരെ വേണം? ഇത് കണ്ടില്ലേ സൂപ്പർ സാധനം. നല്ല ഒലിവർ ഖാൻ ഉള്ളപ്പോൾ നമുക്ക് എന്തിനാണ് ഈ ബഫണും കോപ്പൊക്കെ? അല്ലെങ്കിലും കൊണാമിയൊക്കെ പണ്ടേ പറ്റിക്കലാണ്. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും സെറ്റായാൽ മതിയായിരുന്നു. എടാ 90 കോയിൻ അതേപോലെ കറക്കിയാൽ പോരായിരുന്നു. 90 കോയിൻ അങ്ങനെ കറക്കി ഇപ്പം കിട്ടിയാനെ. എടാ ബെസ്റ്റ് കീപ്പർ ഒലിവർ ഖാനാണ്. അതിലൊന്നും പറയണ്ട. ബഫൺ ഒരു കാര്യമില്ല. അങ്ങനെയാണ് നമ്മൾ പറയണ്ട എല്ലായിടത്തും. ഓക്കെ ബ്രോ, 1-1 കളിക്കാം. നമുക്ക് ഒരു ഒറ്റ മിനിറ്റ് ഈ ലൈവ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കയറാം. ഇത് ക്യാമറ അല്ലേ, ടാബിൽ കളിച്ച് കഴിഞ്ഞാൽ ഇന്നടിച്ചാൽ നാളെ എത്തുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക്
ഫ്രണ്ട്ലി സ്ട്രീമിലേക്ക് കയറാം. ആരും പോരുത്, ഇപ്പം തന്നെ ഓണാക്കാം. ഓക്കെ താങ്ക് യു എല്ലാവരും വന്നതിന്. ഇനി നമ്മൾ ഇങ്ങനത്തെ മൂഞ്ച ഡ്രോയൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ യൂട്യൂബിൽ നിന്നൊക്കെ കാശ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് നല്ല കോയിനൊക്കെ ഒന്ന് ഊമ്പിക്കുന്നതാണ് എല്ലാവരും. ഓക്കെ 1-1 സെറ്റാക്കാം.